എമ്പുരാന്റെ ട്രെയിലറെ കണ്ട് കൊള്ളാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. പടത്തിന്റെ റിലീസ് മാർച്ച് 27-നാണ്. പക്ഷേ വേറൊരു പ്രശ്നം, നേരത്തെ റിലീസാക്കിയാലും നന്നായി. പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും, ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേ ഈ സാധനം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഈ മോഹൻലാലൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഈ ഒരു റേഞ്ചിൽ വര. ചെകുത്താൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തി എല്ലാവർക്കും അറിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയറിലൊക്കെ ആവുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പുള്ളിക്കാരൻ എപ്പോഴും എയറിലാവുന്നത് മോഹൻലാലിൻ്റെ പേരിലാണ്. കാരണം അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരാളെയാണ് ഈ ഒരു ചെകുത്താൻ എന്ന് പറയുന്നത്. എപ്പം നോക്കിയാലും വീഡിയോസിൽ വന്നിരുന്ന മോഹൻലാലിനെ പറ്റി കുറ്റം പറയുക, അതാണ് മെയിനായിട്ടുള്ളൊരു ഹോബി പുള്ളിക്കാരൻ്റെ. അങ്ങനെ കുറേ അധികം വീഡിയോസ് പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. ഇത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം എമ്പുരാൻ പടം ഇറങ്ങിയത്. അതിനെക്കുറിച്ച് ട്രെയിലറൊക്കെ വന്ന സമയത്ത് പുള്ളിക്കാരൻ ഒക്കെ കൊള്ളാൻ പോയി കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പോയി കണ്ടതിന് ശേഷം പുള്ളിക്കാരൻ ഇട്ട വീഡിയോ ആണ്, വലിയ ഇതൊന്നുമില്ല. അതായത് ഇപ്പം മമ്മൂട്ടിയുടെ പടം വരാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ പടം നേരത്തെ ഇറക്കിയത്, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. കാരണം മമ്മൂക്കയുടെ അത്രയൊന്നും മോഹൻലാൽ വരത്തില്ലല്ലോ, അത്ര വലിയ ആളൊന്നുമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യം, പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യുന്ന എല്ലാവരും പുള്ളിക്കാരനെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇതേ കണക്കാണ് ആറാട്ടണ്ണനും അലൻ ജോസ് പെരേര, ഈ ഒരു ചെകുത്താൻ, ഇവർ മൂന്ന് പേര് ഇവർക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടണം. എങ്ങാനും ഇവരിൽ നിന്ന് അറ്റൻഷൻ പോകുന്നെന്നെങ്ങാനും മനസ്സിലാക്കി ഉടനെ വീഡിയോ ഇടും. ഒന്നെങ്കിൽ ലാലേട്ടനെ പറ്റിയായിരിക്കും ഈ ചെകുത്താൻ ഇടുന്നത്, അതല്ലെങ്കിൽ ആറാട്ടണ്ണൻ്റെ കാര്യമാണെങ്കിൽ ആറാട്ടണ്ണൻ വേറെ രീതിയിൽ, അങ്ങനെ അലൻ ജോസ് പെരേര ആണെങ്കിൽ ആ രീതിയിൽ, അങ്ങനെ മൂന്ന് പേര് മൂന്ന് രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടും. നമ്മളത് കാണുകയും ചെയ്യും. ആ സമയത്ത് കുറേയധികം പേര് ഇപ്പം ലാലേട്ടനെതിരെ സംസാരിക്കുന്നെങ്കിൽ ആ ഫാൻസ് എന്ത് ചെയ്താൽ ഈ ഒരു പുള്ളിക്കാരനെതിരെ ഭയങ്കരമായിട്ട് ഏറെ കയറ്റാനും ചീത്തവിളി അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അപ്പോഴത്തേന് പുള്ളിക്കാരൻ വിചാരിച്ചാൽ തന്നെ നടക്കും. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയാണ് ഈ ഒരു പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്യുന്നത്. അത് റൈറ്റായിട്ട് എന്ത് ചെയ്യും, നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് എപ്പോഴെങ്കിലും വീഡിയോ ഇടുവാണെങ്കിൽ മോഹൻലാലിനെതിരെ പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കാരനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും. എല്ലാവരും എന്നെയൊക്കെ ഒന്ന് കാണണം, ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനത്തെ ഓരോ വീഡിയോ ഇടും. നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്? ഈ പുള്ളിക്കാരനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.